പാടാനുള്ളതെല്ലാം പാടി തീരുമ്പോൾ, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരുമ്പോൾ ആ ഉണ്ടാവുന്ന മൗനത്തിന് ഒരു വേദന തന്നെയാണല്ലേ, എലിമിനേഷൻ എന്ന വേദന. ഇവിടെ കുട്ടി പട്ടുറുമാലിൻ്റെ 6ാം ഘട്ടം അവസാനിക്കുമ്പോൾ, ഛോട്ടാസ് ബഡാസ് എന്ന റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും എത്തി നിൽക്കുന്ന എലിമിനേഷൻ എന്ന ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ തന്നെയാണ്. ഏതായാലും നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ സ്വാഗതം ചെയ്യുന്നു ടു നോറ കുട്ടി 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 പട്ടുറുമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തമ്പാസ് ഇലക്ട്രോണിക്സ്. എലിമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടാവും അല്ലേ? പക്ഷേ അതൊന്നും ആരെ അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കുന്ന നമ്മുടെ കുട്ടികളെ വേണ്ടത്ര സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് രഹനത്ത, ഫിറോസിക്ക, സജ്ല. ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ നോറ കുട്ടി പട്ടുറുമാലിൽ 6ാം ഘട്ടം വരെ, അല്ലെങ്കിൽ ഇനിയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ വളരെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓർക്കസ്ട്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നോറ കുട്ടി പട്ടുറുമാലിന്റെ 6ാം ഘട്ടം ഇത്രയധികം മനോഹരമാക്കിയ നമ്മുടെ ആ റൗണ്ട് തന്നെയായിരുന്നു ഛോട്ടാസ് ബഡാസ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിവ്യൂ പറയുമ്പോൾ നമ്മുടെ ജഡ്ജസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഛോട്ടാസ് ഇവിടെയുണ്ട്. സോ ഇത് ഏറ്റവും അധികം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ബഡാസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ബഡാസ്. അങ്ങനെ നമ്മുടെ കുട്ടി പട്ടുറുമാലിലെ ചോട്ടൂസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സീനിയർ സിംഗേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരോട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് ചോദിക്കാം. ആദ്യം ഗഫൂർക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ഗഫൂർക്ക. കുട്ടികളുടെ കഴിവുകൊണ്ട് ഞങ്ങളിങ്ങനെ അന്തിച്ചു നിൽക്കുകയാണ്. കാരണം അത് അങ്ങനെ തന്നെ പറയാം. പലരും മാപ്പിളപ്പാട്ട് പാടാത്ത കുട്ടികളൊക്കെ ധാരാളം നല്ല പാട്ടുകൾ അവർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നടത്തിയ, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു റൗണ്ടായിരുന്നു ഇത്. ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വലിയൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. കുട്ടി പട്ടുറുമാലിൻ്റെ ഈ ഷോയിൽ പങ്കെടുക്കാനും കുട്ടികളോടൊത്ത് പാടാനും അതുപോലെ എല്ലാവരൊത്ത് ഒന്നും കൂടെ കാണാൻ പറ്റിയതിലും വളരെയേറെ സന്തോഷമുണ്ട്. കൈരളി ടി വിയോടും എൻ്റെ പ്രിയപ്പെട്ട ബ്രദർ എന്ന് ഞാൻ കരുതുന്ന സുഭാഷ് ഏട്ടനോടും പിന്നെ ഓൾ ക്രൂ എല്ലാവരോടും, ഓർക്കസ്ട്ര പ്രത്യേകിച്ച് ആരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ്. എന്നെ നിന്റെ പേരെന്ത് പാടേത് ചോദിച്ച നേരം അവൾ ചൊല്ലി, ഞാൻ ചോദിച്ച നേരം അവൾ ചൊല്ലി. എന്നെ നിന്റെ പേരെന്ത് നാടേത് പേരെന്ത് നാടേത് പേരെന്ത്
സാധാരണ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോകാറാണ് പതിവ്. ഇപ്രാവശ്യം ഇങ്ങനെയൊരു ബഡാസ് ചോട്ടാസ് റൗണ്ട് ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കൂടാൻ സാധിച്ചു. അതിപ്പോൾ ഇതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിലേക്കും കൂടി എൻ്റെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻഷനുണ്ട്. കാരണം ഇവർ ഓരോരുത്തരും ഓരോ പാട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഞാനും ഫലത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് അടുപ്പമുള്ള മക്കളാണ് ഇവരെല്ലാവരും. ഇതിൽ നിന്ന് ആരൗട്ടായി പോയാലും പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഒരു നൊമ്പരമാണ്, എനിക്കതൊരു വലിയ സങ്കടമാണ്. അങ്ങനെ അതൊരു കാര്യം നടക്കണമല്ലോ. പിന്നെ നന്നായിട്ട് പാടുന്നവരാണ് എല്ലാവരും. നമ്മുടെ ബഡാസിലെല്ലാവരും വന്ന് അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ബഡാസിനോടും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. ആലോലം കിളിയേ ആനന്ദ കനിയേ രാരിരാരോ തങ്കമാരാരോ രാരിരാരോ തങ്കമാരാരോ താമരപ്പൂമുത്താണ് എൻ്റെ തങ്കത്തിൻ കുടമാണ്. സത്യത്തിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പം ബഷീർ ഖാനോടും അതുപോലെ ഈ ഓർക്കസ്ട്ര ജഡ്ജസ് അവരോടെല്ലാം എനിക്കൊരു അസൂയ തോന്നുന്നത്. കാരണം എത്രയും കൂടുതൽ ടൈം നിങ്ങൾക്ക് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾക്കിപ്പോൾ വല്ലപ്പോഴും വന്നു പോകുന്നതുകൊണ്ട് ഇവരെ വല്ലാതെ മിസ് ചെയ്യുന്നു. അത്രയും നല്ല കുട്ടികളാണ്, നന്നായി പാടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് അവരുടെ പാട്ട് കേൾക്കുമ്പോൾ. നന്നായി പിച്ചിങ്ങൊക്കെ ശ്രദ്ധിച്ച്, പിന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് എല്ലാവരും. ഏത് സമയം വേണമെങ്കിലും വിളിക്കാം, ഏത് പാട്ടിൻ്റെ സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം. ഒരു ചേച്ചി എന്ന നിലയിൽ എപ്പോഴും എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷം ബെൻസി, ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ കുട്ടികളും സ്വന്തം ഒരു ചേച്ചിയെ പോലെ തന്നെയാണ് കണ്ടത്. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഫ്ലൈങ് കിസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവരെല്ലാവരും. ഒരു മിനിറ്റ്, എൻ്റെ ശ്രീലക്ഷ്മി കുട്ടി അതുപോലെ യുമ്ന, ഇവരെ രണ്ടാളെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാതെ അവിടുന്ന് തന്നെ നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു തമാശക്ക് പറഞ്ഞതാണ്. യുമ്നക്ക് എന്നോട് ഭയങ്കര സ്നേഹം. അപ്പോൾ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് മത്സരമായിരുന്നു അവിടെ. രണ്ടാളും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. ഉമ്മ സോ സ്വീറ്റ്. അറബിക്കഥയിലെ ഗോജാത്തി പെണ്ണിന് അക്കരെ നിന്നൊരു സുൽത്താനെത്തി. അരുമാ പൊലിമാ നിറയുന്ന മുത്തിന് അഴകേറും ബദറുൽ മുനീറു വന്നെത്തി. അറബിക്കഥയിലെ ഗോജാത്തി പെണ്ണിന് അക്കരെ നിന്നൊരു സുൽത്താനെത്തി. അരുമാ പൊലിമാ നിറയുന്ന മുത്തിന് അഴകേറും ബദറുൽ മുനീറു വന്നെത്തി. അറബിക്കഥയിലെ ഗോജാത്തി പെണ്ണിന് അക്കരെ നിന്നൊരു സുൽത്താനെത്തി. അരുമാ പൊലിമാ നിറയുന്ന മുത്തിന് അഴകേറും ബദറുൽ മുനീറു വന്നെത്തി. കുട്ടിപ്പട്ടുമാലിൻ്റെ മണിമുത്തുകളായ ഈ ചോട്ടാസിൻ്റെ കൂടെ കൂട്ടുകൂടാനും അവരോടൊത്ത് പാടാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച പട്ടുമാലിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. ഇവരെല്ലാവരും എക്സലൻറ്റ് സിംഗേഴ്സാണ്. ഞാൻ ഇതിൻ്റെ ഷോ വാച്ച് ചെയ്യാറുണ്ട്. വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് എല്ലാവരെയും. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുകയാണ്. പട്ടിണി തിന്നും ഗുഹയിലിരുന്നു ഗുരു മെഹമൂദാം വന്ദ്യ റസൂൽ. പട്ടിണി തിന്നും ഗുഹയിലിരുന്നു ഗുരു മെഹമൂദാം വന്ദ്യ റസൂൽ. മുട്ടിയ വയറിൽ കല്ലുകൾ കെട്ടി ത്യാഗം സഹിച്ച മുത്ത് റസൂൽ. മുട്ടിയ വയറിൽ കല്ലുകൾ കെട്ടി ത്യാഗം സഹിച്ച മുത്ത് റസൂൽ. കടന്നു ചെന്നൊരു കഅബക്കുള്ളിൽ കേട്ടത് നിന്റെ തിരുനാമം. കടന്നു ചെന്നൊരു കഅബക്കുള്ളിൽ കേട്ടത് നിന്റെ തിരുനാമം. യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമു റഹീമേ യാ അല്ലാഹ് യാ അല്ലാഹ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുഞ്ഞു കുട്ടികളുടെ കൂടെ പാടുക എന്ന് പറയുമ്പോൾ എനിക്കൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസനിലാവ് വിരിഞ്ഞ് ശറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ് ശവ്വാൽ മാസനിലാവ് വിരിഞ്ഞ് ശറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. എന്താ പറയുക, ഞങ്ങളല്ല താരങ്ങൾ, അവരാണ് താരങ്ങൾ. ആ താരങ്ങളോടുകൂടി ഞങ്ങൾക്ക് കുറച്ച്, അതായത് ഒരു 4 ദിവസം ഇവിടെ ചിലവഴിക്കാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും. പിന്നെന്താ പറയുക, മക്കൾ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഇതിൽ ഓരോ ഫാൻസ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ വലിയ ആളുകളാണെന്ന്. അപ്പോൾ എൻ്റെ മകനൊക്കെ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള ആളാണ്. ഇതിനകത്ത് കണ്ടിട്ട് ഓരോരുത്തർ കണ്ടിട്ട് പറയാം എനിക്ക് ഇയാളെ കാണണം, എന്നെ കൊണ്ടുപോകണം, ഉമ്മച്ചി എന്താ എന്നെ കൊണ്ടുപോകത്തെന്ന് ചോദിക്കുന്ന ആളുണ്ട്. അല്ലേ ശ്രീലക്ഷ്മിയോട് ഞാൻ വിവരം പറഞ്ഞപ്പോൾ ലക്ഷ്മിനോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, 20 വർഷം എൻ്റെ മകനോട് കാത്തിരിക്കാൻ പറഞ്ഞു. 20 മാസം ഞാൻ പറയും ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ 20 വർഷം വെയിറ്റ് ചെയ്യാൻ അവനോട് പറയാം. അപ്പം എന്തായാലും അങ്ങനെ ഒരു അല്ലേ, അങ്ങനെയല്ല എന്നോട് പറഞ്ഞേ. സത്യം പറയണം, നമ്മളെല്ലാവരും കേട്ടതാ മേക്കപ്പ് റൂമിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ കുട്ടിക്ക് വർഷവും മാസവും ഒന്നും മാറിപ്പോയിന്നേ ഉള്ളൂ. 20 മാസം വെയിറ്റ് ചെയ്താൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെ പറഞ്ഞു 20 മാസം അയ്യോ എന്ന് പറഞ്ഞു. ഞാനൊന്ന് എന്താണ് ചോദിച്ചേണ്ട, അവർ പറഞ്ഞു അല്ല 20 വർഷം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എടി എന്നെ പോലെ നല്ല സുന്ദരനാണ്, പിന്നെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കിട്ടും, കാരണം അത്യാവശ്യം നല്ല പരാക്രമിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും അവരുടെ കൂടെ അവരുടെ ചിരിയും കളിയും, പിന്നെ സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു വടിയൊക്കെ എടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവലുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, നല്ല കുട്ടികളാണ് എല്ലാവരും. അപ്പോൾ ഛോട്ടാസ് ബഡാസിലെ ബഡാസ് അവരുടെ വാല്യുബിൾ കമൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആസ് എ റിവ്യൂ നമ്മുടെ ഛോട്ടാസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, അവരുടെ പെർഫോമൻസ് മ്യൂസിക്കൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയണം. അതിന് ആപ്റ്റായിട്ട് നമ്മുടെ ജഡ്ജിങ് പാനലിൽ 3 ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ എങ്ങനെയായിരുന്നു അവരുടെ 6 സ്റ്റേജിലെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. വലിയ സിംഗേഴ്സാണ് എല്ലാവരും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ കുട്ടികൾ പാടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയിരുന്ന കാര്യങ്ങളിൽ നിന്ന് നേരെ തിരിഞ്ഞാണ് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കുട്ടികളുടെ കൂടെ പാടിയത് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയി എന്നുള്ളതാണ്. അവർക്കൊരുപാട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. എക്സ്പീരിയൻസിലുപരി അത്ര മികച്ച് പാടുന്നു നമ്മുടെ കുട്ടികളെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തിനോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. എന്തിനോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. എന്തിനോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. എന്തിനോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ. എന്തിനോ 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 തനതന്ത താരിനോ 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 തനതന്ത താരിനോ. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പാരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അനുഭവമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടായത്. ഇത്ര സീനിയേഴ്സ് പാട്ടുകാരുടെ കൂടെ, ഇത്ര മികച്ച രീതിയിൽ പാടുന്ന പാട്ടുകാരുടെ കൂടെ അവർക്ക് പാടാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്കം ചിന്തിയ ബദരീങ്ങളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ഇവരൊരുപാട് നമ്മളെ മക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. കാരണം അത് മെയിൻ എനിക്ക് തോന്നുന്നു ഫിറോസ്ക പറഞ്ഞത്, കാരണം ഒരു നമ്മുടെ ആ ശ്രുതിക്ക് അനുസരിച്ച് പാടുന്നതിൻ്റെ അവരത് ഒരുപാട് ഇവർക്കും വേണ്ടി ഇവർ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ആ ഒരു ലെവലിലോട്ട് ഇറങ്ങി വന്നപ്പോൾ
നമ്മളെ മക്കളെ ഇവർ ട്രെയിനിങ് ചെയ്തപ്പോഴും ഇവർ നല്ലൊരു റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത്. വന്നണയുന്നൊരു നേരത്ത് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത്. ഈ ഒരു റൗണ്ട് വന്നപ്പോൾ എനിക്ക് ഇതുവരെ വന്ന റൗണ്ടിൽ എനിക്ക് എല്ലാം നല്ല നല്ല റൗണ്ട്സ് ആയിരുന്നു വന്നത്. ഈ ഒരു റൗണ്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ പാടുന്ന നമ്മളുടെ സെലിബ്രിറ്റീസിനെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ കാണാനും അവരുടെ പാട്ട് കേൾക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും ലക്കായിട്ട് കിട്ടിയ ഒരു റൗണ്ടാണിത്. നമ്മളുടെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ പാടാൻ കഴിയുക, അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു അറിവുകൾ അവർക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു അവർ ഇനി ഒരു പുറത്തൊരു ഷോസിനൊക്കെ പോകുമ്പോൾ അവർക്ക് ഇനി ഒരു പേടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഈ ഒരു റൗണ്ടിൽ 3 പാട്ടുകൾ പാടാൻ കിട്ടി. ഒന്നൊരു ഡുവറ്റായിട്ട്. ഇനിയിപ്പോൾ ഒരു പുറത്ത് പോയിട്ട് ഒരാളുടെ കൂടെ പാടാൻ ഈ കുട്ടിക്ക് പേടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഗ്രൂപ്പായിട്ട് പാടി എല്ലാവരും ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പാടുമ്പോഴും ആ ഒരു പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ടും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഒരു റൗണ്ട് തന്നെയാണിത്. സങ്കടകരമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ്, ആ ദുഃഖത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കുസൃതി നമുക്ക് എല്ലാവർക്കും ഒപ്പിച്ചാലോ? ജഡ്ജസ് ഒക്കെ ഇപ്പോൾ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ഷോക്കിംഗ് ഫാക്ടർ ഇതാ ഇപ്പോൾ ഉടനെ വരും. രഹനത്ത, ഹലോ രഹനത്ത, അവിടെ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഒരു ഇതിലാണ് അവർ. ഞങ്ങളൊരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. കാണിച്ചാലോ? നമുക്ക് കാണിക്കാം അല്ലേ? ഉമ്മ റൗണ്ടിലും ഉപ്പ റൗണ്ടിലും ഒക്കെ നമുക്കിട്ട് കുറേ പണി കിട്ടാറുള്ളതല്ലേ. അപ്പം നമുക്ക് ഇത്തവണ ജഡ്ജസിന് ഇട്ട് കൊടുത്താലോ? ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കാണാം അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ. ലോകം ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരുദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഈരുലോകം ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരുദേശം മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നോട് എൻ പുതിയൊന്ന് ചൊച്ചാറ്റി ഉന്നിടയാക്കിടവൻ പുകൾ പോറ്റി. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നോട് എൻ പുതിയൊന്ന് ചൊച്ചാറ്റി ഉന്നിടയാക്കിടവൻ പുകൾ പോറ്റി. പോറ്റിയിടൈ പരുതവൻ പ്രിയമുടൻ ഹബീബുല്ലാവേ ഓരീശ കടലുടെ ദിനകരം റസൂലുള്ളാവേ. അപ്പോൾ നിങ്ങളിത് കണ്ടു കാണും. ആൻഡ് നമ്മുടെ ചോട്ടൂസിനോട് പറയാം, അവർ ആ സമയത്ത് തീരെ കുഞ്ഞു അവളായിരിക്കും. അതുകൊണ്ട് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. രഹനത്ത് കയറി വന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ 6-7 സീസണായി നമ്മുടെ പട്ടുമാൽ എന്നുള്ളത് ആദ്യ രഹനത്ത് ഈ വേദിയിലേക്ക് കയറി വന്നതായിരുന്നു നമ്മൾ കണ്ടത്. എങ്ങനെയുണ്ട് രഹനത്തേക്ക്? അന്നും ഇന്നും വല്ല മാറ്റം ഉണ്ടോ?
ഉണ്ടോ? ഉണ്ടോ? നല്ല മാറ്റാണോ? അതെ അല്ലേ? നല്ല വന്നിന്നും സ്വീറ്റ് 17 ആയിട്ടാണ് നമ്മുടെ രഹനത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ കണ്ട് രഹനത്തെ കുറേ വർഷങ്ങൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം. രഹനത്ത എങ്ങനെ ഉണ്ടായിരുന്നു? ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാ. ശരിക്കും അതിലോട്ട് തന്നെ പെട്ടെന്ന് ആ ഒരു സെക്കൻഡ് ഞാൻ അതിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് സജില എടുത്ത് പറഞ്ഞു പോയി. സജില നമ്മളവിടെ അന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊമോ ഫസ്റ്റ് എടുത്തിരുന്നു സെക്കൻഡ് എഡിഷൻ തുടങ്ങുന്നതിന്. അപ്പം നമ്മളെല്ലാ സിംഗേഴ്സും പിന്നെ ഷെറീഫും ഉണ്ടായിരുന്നു, ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സിംഗേഴ്സിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫസ്റ്റ് വന്ന് അതാണ് ആ കാണിച്ചത്. എന്താ പറയുക, ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും കേട്ടോ, എല്ലായിടത്തും പോയി ചോദിക്കുന്ന ഒരു കാര്യമായി ഈ റിയാലിറ്റി ഷോ അതിൽ നിന്ന് എന്താന്ന്. ഞാൻ പറഞ്ഞ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകാർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ എവിടെ ഇത് ഞാൻ എൻ്റെ അത്രയും ഉള്ളിൽ തട്ടി പറയുകയാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് വേദികളിൽ ചെയ്ത് മാപ്പിളപ്പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈരളി ചാനൽ ഈ ഒരു മാപ്പിളപ്പാട്ടിനെ ശരിക്കും എടുത്തുകൊണ്ട് വന്ന് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചത് നമ്മുടെ കൈരളി ചാനൽ മാത്രം തന്നെ. ഞാനത് എവിടെയും ഞാനത് പറയും. കാരണം അത്രയ്ക്ക് എനിക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഓരോ പ്രോഗ്രാമിലും വേദിയിലൊക്കെ നമ്മുടെയൊക്കെ കിട്ടിയ ഒരു ആ ഒരു സമയം അറിയാം നമുക്ക്. അതൊക്കെ ഒരുപാട് നമുക്ക് അനുഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, എടുത്ത് തന്നെ പറയണം. കാരണം സിംഗേഴ്സിൻ്റെ ഒക്കെ ഇടയിലും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ചാനൽ നമുക്ക് ശരിക്കും മാപ്പിളപ്പാട്ടിനെ അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവന്നു. അതിന് കൈരളി അതിന് ശേഷമാണ് കേട്ടോ ശരിക്കും എല്ലാ ചാനലും. അതും ഒത്തിരി സന്തോഷമല്ലേ, കാരണം അതെ എല്ലായിടത്തും പിന്നെ അത്രയും ഈ ഒരു മാപ്പിളപ്പാട്ട് ഗാനശാഖയെ ഇത്രയും കൊണ്ടുവരിക എന്ന് പറയുമ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് എണീറ്റ് നിന്നത്. അത് ഞാൻ എപ്പോഴും പറയും, കൈരളി അത്രയും പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക്. താങ്ക് യു രഹനത്ത. ഏതായാലും ഇത്ര പറഞ്ഞപ്പോൾ രഹനത്തയുടെ ശബ്ദം ഒന്ന് ഇടറി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈരളി ടിവിയോടും കുട്ടി പട്രുമാലിനോടും എത്രമാത്രം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏതായാലും ഇനി നമുക്ക് ഫിറോസ്കയുടെ ക്ലിപ്പിലേക്ക് പോവാം. അതിനുശേഷം ഫിറോസ്കോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ചോട്ടോസ് കാണാം നമുക്ക്. പട്ടുറുമാൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തെ പട്ടുറുമാൽ ഇൻ്റർനാഷണലിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ആ മത്സര വേദി. ഇന്ന് മാപ്പിളപ്പാട്ട് ജനകീയമാണെന്നും സാഹിത്യം പോലെ തന്നെ മാപ്പിളപ്പാട്ടിന് സംഗീതം ഒട്ടും അന്യമല്ലെന്നും സംഗീതം അതിൻ്റെ ഒരു ഘടകമാണെന്നും നമ്മുടെ ജനകോടികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലിലൂടെ. അതിൽ സംഗീതം കൊണ്ട് ജീവിക്കുന്ന ഒരു പാട്ടുകാരനെന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്. എല്ലാ ഭാവുകങ്ങളും ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും ഞാൻ നേരുകയാണ്. ആസ്വദിച്ച് പാടി, എന്നാൽ ശ്രുതിയുടെ വലിയ പ്രശ്നങ്ങളോ താളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം മുമ്പുള്ള ഫിറോസ്ക്കെ നമ്മൾ കണ്ടല്ലേ. എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ യൂഷ്വലി എല്ലാവരുടെയും ഗ്ലാമർ കുറയാറാണ് പതിവ്. ഇവിടെ കൂടി വരികയാണല്ലോ. മാറ്റം തോന്നിയ ഫിറോസ്ക്ക് തോന്നിയല്ലേ? അപ്പൊ ഫിറോസ്ക്ക ഈ ഒരു വേളയിൽ എന്താ പറയാനുള്ളത്? അത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായതിൻ്റെ അതിൻ്റെ ഒരു ഗ്ലാമറസ് സൈഡിനെ കുറിച്ചൊന്നുമല്ല. ഞാനെന്നൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി ഒക്കെ നടന്ന് കുറേ കാലം കഴിഞ്ഞ് ഗൾഫൊക്കെ തേടിപ്പോയതിന് ശേഷം ഞാൻ വേറൊരു തരത്തിൽ പറയല്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു കലാകാരൻ്റെ തട്ടകം ഗൾഫല്ല എന്ന് ഞാൻ അവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കലാകാരൻ്റെ തട്ടകമല്ല ഗൾഫ്. കാരണം ഒക്കെ എല്ലാം റെഡിമെയ്ഡായ കാര്യങ്ങൾ അറിയുന്നത് വെച്ച് ഒരു ഓട്ടമാണ്. പുതിയതായി ഒന്നും അവൻ ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ആ നാടിൻ്റെ ഒരു വിസയുടെ കൺട്രോളിൽ നിൽക്കുമ്പോൾ, ഒരു അറബിയുടെ അണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത. അപ്പോൾ ഞാനെന്നൊരു കലാകാരൻ ഇനി ഗൾഫിൽ അങ്ങോട്ട് ഒതുങ്ങി പോവുകയാണോ പടച്ചോനെ എന്ന് ഞാൻ ആലോചിച്ചൊരു സമയമുണ്ടായിരുന്നു. പാട്ടായിരുന്നു എൻ്റെ മേഖല. അവിടെ നിന്ന് ഞാൻ തബലയിലേക്ക് തിരിഞ്ഞു. രഹനയ്ക്ക് തബല വായിച്ചു, സജിലയുടെ ഉപ്പയ്ക്ക് വായിച്ചു. അന്ന് സജില വന്നിട്ടില്ലായിരുന്നു. എല്ലാവർക്കും വായിച്ചു കൊടുക്കുമ്പോൾ ഇവരൊക്കെ എന്നോട് ചോദിക്കും, എല്ലാ ഫിറോസ്ക തബലിസ്റ്റായിട്ടിരിക്കണം. അപ്പോഴും എന്നെ വന്ന് തോണ്ടിയിട്ട് പറയും, യാ റസൂലുള്ള ഒന്ന് പാടുമോ, പൂനിലാ പുഞ്ചിരി ഒന്ന് പാടുമോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ടായിരുന്നു. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ ആലോചിക്കുമായിരുന്നു ഇതിൽ എന്ന് വരുമെന്ന്. അങ്ങനെ ഒരു തവണ ഗസ്റ്റായി പങ്കെടുക്കാൻ കഴിയുകയും ആ ഗസ്റ്റായി പങ്കെടുത്ത സമയത്ത് എന്തോ പറഞ്ഞൊരു കമൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് തീരെ മോശമാക്കാതെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഞാൻ
പിന്നെ വരുന്ന പട്ടുറുമാൽ 3-ൽ വരികയാണ്, മാർക്കോസേട്ടൻ മാറിയതിന് ശേഷം. അതിൽ വരാൻ കഴിഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ആ കണ്ടത്. താങ്ക് യു സോ മച്ച് ഫിറോസക്ക. അടുത്ത ആൾ ഇപ്പോഴേ ഞെട്ടിയിരിക്കുകയാണ്, നമ്മുടെ സജ്ല. അപ്പോൾ രണ്ടുപേരുടെയും വീഡിയോ ക്ലിപ്സ് നമ്മൾ കണ്ടു. ഇനി സജ്ല കാണണ്ടേ? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലെ കണ്ടുവോ നീ ആമാരനെ? ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട സജ്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും അല്ലേ? കാരണം ഈ വേദിയിൽ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. സോ ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്ന് ഇപ്പോൾ ലോകമെമ്പാടും അറിയുന്ന ഒരു സിംഗറാണ്. ഇപ്പോൾ ദാ ജഡ്ജിങ് പാനലിലിരിക്കുന്നു അതേ ഷോയിൽ. സോ എന്താ പറയാനുള്ളത്? ലക്ഷ്മി പറഞ്ഞില്ലേ ഒരുപാട് പറയാനുണ്ടെന്ന്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ തുടങ്ങേണ്ടത്, എന്താ പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പോൾ കുട്ടികളുടെ പാട്ടിനെ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമായിരിക്കും, കുട്ടികൾക്കൊന്ന് പാടിക്കൊടുക്കുക പറഞ്ഞാൽ എനിക്ക് പറ്റുമായിരിക്കും. പക്ഷേ കൂടുതൽ വേറെ എൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ അധികം കിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് വന്ന ഫീൽ എങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും കണ്ടില്ലേ, ദാസേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ വന്നിട്ട് കാണുന്നത്. ദാസേട്ടൻ്റെ മുന്നിൽ ഫസ്റ്റ് പാടാൻ സാധിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഒരു സിംഗർ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്നെ ഈ ലോകമെമ്പാടും ഇപ്പോൾ ആൾക്കാരെന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നമ്മളുടെ കൈരളി TV-യിലെ പട്ടുറുമാൽ തന്നെയാണ്. എന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങിയ ചാനലാണ്, ഒരു ഷോ ആണ് ഇത് പട്ടുറുമാൽ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ പല നല്ല നല്ല കഴിവുള്ള സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ലക്ക് എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ആ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു, വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച് സജ്ല. അങ്ങനെ ബ്രേക്കിന് മുമ്പ് വരെ നമ്മുടെ എപ്പിസോഡൊക്കെ വളരെ രസകരമായിരുന്നു. നമ്മുടെ ജഡ്ജസിൻ്റെ കുറേ ക്ലിപ്സൊക്കെ നമ്മൾ കണ്ടു ആസ്വദിച്ചു. പക്ഷേ ഇനിയാണ് നമ്മുടെ എലിമിനേഷൻ. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ആരെയും ഔട്ടാക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഒരു ഷോ ആയതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാനായിട്ട് എലിമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫിറോസ് ആദ്യം നമുക്ക് ഈ ഒരു 6th സ്റ്റേജ് കഴിഞ്ഞപ്പോൾ 1st, 2nd, 3rd നിൽക്കുന്ന ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെ നമുക്ക് വിളിക്കാം അല്ലേ? ടോപ്പേഴ്സിനെ അറിയാം. നമ്മുടെ ഛോട്ടാസ് ബഡാസ് എന്ന നോറ കുട്ടി പട്ടുറുമാലിലെ 6th സ്റ്റേജ് അവസാനിക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് 2 പേർക്കാണ് വിത്ത് 290 മാർക്സ്. ആരാണെന്നറിയോ? എല്ലാവരുടെ പേരും പറയുന്നുണ്ട്. ഏതായാലും 6th സ്റ്റേജ് കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് പുണ്യ ആൻഡ് ആദേശ്. മെഹബൂബ നീ എൻ്റെ കരളിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ, ഉലകത്തിൻ ഖജനാവിൽ ആദർഭങ്ങൾ സ്വരുക്കുട്ടിയിരിപ്പല്ലേ. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. പിന്നെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്രാവശ്യം എൻ്റെ അമ്മമ്മയുടെ അനിയത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സുരേഷ് ബാബു സാറും അതുപോലെ തന്നെ കോവൈ ശശി സാറും ഒരുപാട് നന്ദി പറയാണ്. പിന്നെ ബക്കർ താമരിയൂർ സാർ, അതുപോലെ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്, അവർക്ക് ഒരുപാട് നന്ദി. പിന്നെ ഗഫൂർക്ക ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റിലെത്താതെ തന്നെ കാരണം ഗഫൂർക്കാണ്. പിന്നെ എനിക്ക് ഈ ഭക്തിഗാനത്തിൽ അറബി വേർഡ്സൊക്കെ ക്ലിയർ ചെയ്ത് തന്ന വടകര MM സ്കൂളിലെ
നൗഷാദ് സാറും അതുപോലെ ആഷിർ വടകര സാറിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമോ റഹീമേ യാ അല്ലാഹ് യാ അല്ലാഹ്. പാട്ട് പഠിപ്പിക്കുന്ന ദേവദാർ സ്കൂളിലെ മോഹന മാഷ്ക്കും എൻ്റെ ആദ്യ ഗുരുവായ വിജയ മാഷ്ക്കും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായ ജലീൽ മാഷ്ക്കും മറ്റെല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഗഫൂർ കാക്കും ദിൽനത്താക്കും മറ്റെല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ആദിഷ്. ഒരു കാര്യം പറയട്ടെ, എല്ലാ തവണയും ഫസ്റ്റ് കിട്ടുമ്പോൾ അൽഫാമും ഷവായും ഒക്കെ വാങ്ങിത്തരണം. അച്ഛനും അമ്മോടും ഒരു നന്ദിയും പറഞ്ഞില്ലേ? കഷ്ടമുണ്ട്. ഇത്തവണ വാങ്ങിക്കൊടുക്കണ്ട കേട്ടോ. ഫസ്റ്റ് കിട്ടിയിട്ട് പറയണില്ലേ? അച്ഛനോടും അമ്മോടും താങ്ക്സ് പറയണില്ലേ? ഷവായി മാത്രം മതി, താങ്ക്സ് ഒന്നും വേണ്ട. എല്ലാ പ്രാവശ്യം ഇത്തവണ എന്താ അപ്പോ? സൈക്കിളാണ്. ആഹാ, അപ്പൊ ഷവായിലൊന്നും നിൽക്കില്ല കേട്ടോ. ശരി, അപ്പൊ ഇത്തവണ സൈക്കിൾ, അടുത്തവണ നമുക്കൊരു കാർ പറയാം അല്ലേ, അല്ലെങ്കിൽ ഒരു ബൈക്ക് പറയാം. ഓക്കെ മോനു, അപ്പൊ ഏതായാലും കൺഗ്രാറ്റ്സ്. അങ്ങനെ നമ്മുടെ നോറ കുട്ടി പട്ടർമാലിന്റെ 6th സ്റ്റേജിലെ ടോപ്പേഴ്സ് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് പുണ്യം അതുപോലെ തന്നെ ആദിഷുമാണ്. ഇനി ഓവർ ടു സെക്കൻഡ് പൊസിഷൻ ഓഫ് നോറ കുട്ടി പട്ടർമാൽ. 6th സ്റ്റേജ് ഗോസ് ടു മാർക്ക് 289.5 കിട്ടിയിട്ട് നമ്മുടെ അക്ഷയ്ക്കാണ് സെക്കൻഡ് പൊസിഷൻ. കനിയേണം യാ റഹീമേ കരുണ നിറഞ്ഞ കോനേ കരയുന്ന കൽബ് കാണാൻ കഴിവുള്ള യാ കരീമേ. എന്നെ പാട്ട് പഠിപ്പിച്ച റസാഖ് മാഷും എനിക്ക് പാട്ടെടുത്ത് തന്ന കുട്ടമാവനും എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കും പിന്നെ എൻ്റെ കൂടെ പാടി സഹായിച്ച ഷമീർക്കാക്കും കുഞ്ഞുവായിക്കാക്കും ബെൻസീർ താത്തക്കും ഒരുപാട് നന്ദി. അവരില്ലെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് പൊസിഷനിൽ. പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അതിഥികൾ പൊറുക്കുക, അതിഥി ഗായകരൊക്കെ പുറത്തേക്ക് ഇപ്പൊ റൗണ്ടും കഴിഞ്ഞു, മാർക്കും കിട്ടി. ആ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? ഈ കുട്ടമാവൻ ഇവിടെ വന്നിട്ടുണ്ടോ? പോയില്ലേ? അതെന്താ അവരെല്ലാരും കൂടി ചിരിച്ചേ കുട്ടമാമൻ എന്ന് പറഞ്ഞപ്പോ? ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ഏതൊരു റൗണ്ടിലും അക്ഷയ് വന്ന് അവിടെ കുട്ടമാമൻ ഉണ്ടാവും, അതുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചെന്ന് തോന്നുന്നു. ഏതായാലും സെക്കൻഡ് പൊസിഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഓവർ ടു തേർഡ് പൊസിഷൻ. നമ്മുടെ 6th സ്റ്റേജ് കഴിഞ്ഞപ്പോൾ 289 മാർക്സോടുകൂടി ഒരു 0.5 ഡിഫറൻസേ ഉള്ളൂ അല്ലേ ഫിറോസ്ക്ക? സെക്കൻഡ് ആയിട്ട് ഒരു ചെറിയൊരു 0.5 ഡിഫറൻസേ ഉള്ളൂ. 289 മാർക്സ് ആയി. തേർഡ് പൊസിഷൻ ഗോസ് ടു രാഹുൽ. അറബി കഥയിലെ ഗോജാത്തി പെണ്ണിന് അക്കരെ നിന്നൊരു സുൽത്താനെത്തി അരുമാ പൊലിമാ നിറയുന്ന മുത്തിന് അഴകേറും ബദറുൽ മുനീറു വന്നെത്തി. ദൈവത്തിന് നന്ദിയുണ്ട്. പിന്നെ അച്ഛനമ്മ, പിന്നെ എന്നെ പാട്ട് പഠിപ്പിച്ച വി.ടി. മുരളി സാറ്, നിസാർ മാഷ്, പിന്നെ ഒരുപാട് ഓർക്കസ്ട്ര മെമ്പേഴ്സ്, ജഡ്ജസ്, എല്ലാവർക്കും നന്ദി. മോൻ മുരളിയേട്ടൻ്റെ അടുത്താണോ സ്ഥിരമായിട്ട് പഠിക്കുന്നത്, അതോ ഇതിന് വേണ്ട പാട്ടുകളോ? അല്ല, ഇപ്പം മുതൽ ഇതിന് വേണ്ട പ്രത്യേക പാട്ടുകൾ അല്ലേ? ഓ, വലിയൊരു കാര്യമാണ്. അത് പറയാട്ടെ. ഞാൻ നമ്മുടെ നോറ കുട്ടി പട്ടർമാൽ നമ്മൾ ഇത്ര നേരം ചിരിച്ചു. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ പാടിത്തീരുമ്പോഴും പറഞ്ഞു തീരുമ്പോഴുമുള്ള ഒരു വേദന, ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. എലിമിനേഷൻ പ്രോസസ്സ് എൻ്റെ കയ്യിലല്ല, നമ്മുടെ ജഡ്ജസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ജഡ്ജസിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഫിറോസ്ക്ക, എത്ര പേരെയാണ് ഈ ഒരു 6ാം ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഔട്ടാക്കാൻ പോവാന്ന് പറയാൻ തോന്നുന്നില്ല, എന്നാൽ പോലും എലിമിനേറ്റഡ് ആക്കാൻ പോകുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട എണ്ണം ഇപ്പം ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും അത് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നതിൻ്റെ ഒക്കെ മുകളിലാണ് നമ്മുടെ അതിൻ്റെ രീതി അനുസരിച്ച്. എന്നാൽ പോലും 2 പേരെയെങ്കിലും നമ്മൾ ഇത്തവണ നമ്മുടെ ഷോയിൽ നിന്ന് പറഞ്ഞ് വിടേണ്ടതായിട്ടുണ്ട്. രണ്ട് പേരുണ്ട്.
സെയിം സ്കോഴ്സ് തന്നെയാണ്. 283.5 ആണ് നമ്മുടെ കട്ട് ഓഫ്. ആ 2 പേര് ഞാൻ വിളിക്കുകയാണ്, അഞ്ജഷ ആൻഡ് ജർഷ. അപ്പോൾ ആദ്യം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ, ഇവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത്. അഞ്ജഷ, എന്താ മോന് പറയാനുള്ളത്? ഞാൻ ദില്ലത്തെയും കൂടി പാടിയ പാട്ടിൽ എനിക്ക് ചെറിയ പിച്ചിങ്ങിൻ്റെ പ്രോബ്ലം വന്നു, തുടക്കത്തിലും അവസാനിപ്പിക്കുന്ന സ്ഥലത്തും. പിന്നെ ടീമായിട്ട് പാടിയതിൽ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്. ഡുയിറ്റ് പാട്ടിലാണ് കുറഞ്ഞത്. ഇനി നമ്മുടെ ജർഷക്കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തന്നെ അറിയില്ല, അത്രയും ചെറുതാണ്. മോളിന് എന്താ പറയാനുള്ളത്? ഇത്രയും റൗണ്ടിൽ പോയത് വളരെ സന്തോഷം. ഇത്ര പേരെ സപ്പോർട്ട് ചെയ്ത ആദ്യമായി തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇവിടെ വരെ എത്താൻ സഹായിച്ചത്, എന്നെ ഏറ്റവും സഹായിച്ചത് എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ ഗുരുവായ നിസാർ മാഷി, എന്നെ ആദ്യം പാട്ട് പഠിപ്പിച്ചിരുന്ന റഫീഖ് മാഷി, പിന്നെ ഇവിടുത്തെ ക്യാമറ, ഓർക്കസ്ട്ര, ജഡ്ജസ്, പിന്നെ കുട്ടിപ്പട്ടുമാല പ്രൊഡ്യൂസറായ സുഭാഷ് ഏട്ടന്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ 2 പേരോടും കൂടെ പറയുന്നു, എനിക്ക് പറയാൻ വയ്യ. എനിക്ക് നിങ്ങൾ 78-80 താഴെ എപ്പിസോഡുകളിൽ അഞ്ജഷ, ജർഷ മോളെ പറയുന്നു. ഞാൻ മനസ്സിലാവുമോ ഞാൻ പറയുന്നത്? എലിമിനേഷൻ എന്താണെന്ന് പോലും അറിയാതെയാണ് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. എന്താണ് ആ വാക്ക്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് പോലും അറിയാതെ അത്ര. അപ്പോൾ പിന്നെ ഞാൻ വേറെ അതിൻ്റെ മറ്റു ഭാഷകളിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങൾ 80 എപ്പിസോഡുകളോളം കൈരളി കുട്ടി പട്ടുറുമാലിൽ കാണും നിങ്ങളെ, അല്ലേ പ്രേക്ഷകർ? പിന്നെ നമ്മൾ കുറച്ച് എപ്പിസോഡേ നമ്മൾക്ക് ഫൈനൽ വരെ എത്തേണ്ടതായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അത്ര എപ്പിസോഡുകളിൽ വരുന്ന നിങ്ങളെ ഒരിക്കലും പ്രേക്ഷകർ മറക്കില്ല. ഇനിയും നമുക്ക് ഷോകൾ കൈരളിയിൽ വരും, അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കും, വലിയ കുട്ടികളായിട്ടും പങ്കെടുക്കും. ഒരുപാട് കാലമുണ്ട് നിങ്ങൾക്ക് ഇനി പാടാൻ, കേട്ടോ മോനെ. എനിക്കെപ്പോഴും തോന്നിയൊരു കാര്യം, കാരണം ഈ മക്കൾ വലിയ മക്കളാണ് ലക്ഷ്മി. കാരണം ഇവരോട് നമ്മളൊരു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താ ഇതിൽ നിന്ന് മാർക്സ് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ബ്ലാങ്ക് ആയിട്ടൊന്നും ഇവർ നിൽക്കുന്നില്ല. ഇവർക്ക് വരുന്ന മിസ്റ്റേക്ക് അവർ പറയുന്ന കണ്ടില്ലേ, അതന്നെ മതി ഇവർക്കൊക്കെ ഇനി എത്രയോ അങ്ങോട്ട് കിടക്കാൻ. കാരണം ഒരിക്കലും അതൊരു കുട്ടികളും പറയില്ല. അത്രയും ഞാൻ സിൻസിയറായിട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ ഇങ്ങനെ മക്കളെ ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുള്ളൂ. മക്കളെ ഇനി ഈ വേദി വിട്ടു പോകുന്ന കുട്ടികൾ ആരും മോശമായിട്ടല്ല മക്കളെ പോകുന്നത്. ഇതിൽ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ ഇനി ഈ 12 ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 12 കണ്ടസ്റ്റൻസും ഒന്നിലൊന്ന് മെച്ചമുള്ള കുട്ടികൾ തന്നെയാണ്. താങ്ക് യു ആൾ ജഡ്ജസ്. അങ്ങനെ അഞ്ജഷോടും ജർഷോടും പറയാനുള്ളത്, ഒട്ടും വിഷമിക്കരുത്, ചെറിയ കുട്ടികളല്ലേ നിങ്ങൾ. അപ്പോൾ ഇനിയും നമ്മുടെ കുട്ടി പട്ടുറുമാലിൽ വരണം, എല്ലാ കൂട്ടുകാരെയും കാണാനായിട്ട് വരണം. ഇനി ഒരുപാട് ഷോ വരും, ഇപ്പോൾ ചെറിയ വയസ്സല്ലേ, വിഷമിക്കരുത് കേട്ടോ, വിഷമിക്കരുത്. അപ്പോൾ നമ്മുടെ കൈരളി ടിവിയുടെ വക, കുട്ടി പട്ടുറുമാലിൻ്റെ വക ഒരു ടോക്കൺ ഓഫ് ലവ്, ഒരു ചെറിയ സമ്മാനം നമുക്ക് ഇവർക്ക് നൽകാം. അടുത്തത് ഇനി നമ്മുടെ കുട്ടി പട്ടുറുമാലിൻ്റെ സമ്മാനം ജർഷയ്ക്ക് നൽകേണ്ടതായിട്ടിരിക്കുകയാണ്. സോ സജ്ല, സർട്ടിഫിക്കറ്റ്. കുട്ടിപ്പട്ടുറുമാലാണ്, കുട്ടികളാണ്. അവർ പിച്ച വെച്ച് നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കാല് തെറ്റി വീഴും, മുട്ടുപൊട്ടും. ഇത് കാണുമ്പോൾ ഏറ്റവും അധികം വിഷമം നമ്മൾക്കും നിങ്ങൾക്കൊക്കെയാണല്ലേ. അത്തരത്തിലുള്ളൊരു എലിമിനേഷൻ ആയിരുന്നു ഇവിടെ കടന്നു പോയത്. അപ്പോൾ
ഇത്രമാത്രമേ പറയാനുള്ളൂ. നമ്മളിനി 7ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ജുഷയും ജർഷയും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. ബട്ട് ആസ് എ പാർട്ട് ഓഫ് എ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുട്ടിപ്പട്ടുമാലിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എലിമിനേഷൻ എപ്പിസോഡിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. ശുഭരാത്രി.